അല്ല, ഇവിടെ നടക്കുന്നത് നമുക്കറിയാലോ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ എവിടെ എന്ത് ആക്രമണം നടന്നാലും അത് BJPയുടെ തലയെ കൊണ്ട് കെട്ടുക എന്നുള്ളത് ഇവിടെ ചില മാധ്യമങ്ങളുടെയും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെ അജണ്ടയാണ്. അതിനകത്ത് കുറച്ച് നമ്മുടെ മാധ്യമങ്ങളും അതിനകത്ത് വീണ് പോകുന്നതിനുള്ള ചെറിയ ദുഃഖം എനിക്കുണ്ട്. BJPയുടെ നേതാക്കൾ ആ വീട്ടിൽ ഇന്നലെയും പോയിരുന്നു, മിനിങ്ങാന്നും പോയിരുന്നു. അവരോട് കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പോയില്ലെന്നുള്ളൂ, ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഇന്നലെ വന്നു. അധ്യക്ഷന്മാർ ഈ പറഞ്ഞ പോലെ നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കണ്ടു. പക്ഷേ താഴെത്തട്ടിലുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ ഈ ഒരു ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ പൂർണ്ണമായും? അല്ല, ഞാൻ പറഞ്ഞല്ലേ, വലിയ രീതിയിൽ ഈ അന്ന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട കേരളത്തിൽ നടപ്പിലായി. സമരങ്ങളിലും പ്രചരണങ്ങളിലും എന്തിന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച പല പോസ്റ്ററുകളും ലഘുലേഖനങ്ങളും എഴുത്തുകളുമൊക്കെ SDP ജനറേറ്റഡ് ആയിരുന്നു. അവിടെയൊക്കെ വളരെ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നെങ്കിലും അതിൽ കൃത്യമായി ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ BJP എന്ത് ചെയ്തു, രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അമിത്ഷാജിയുടെയും ഇടപെടലില്ലായിരുന്നെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു എന്നുള്ള ബോധ്യം സഭയ്ക്കുണ്ട്. അല്ല, ഞാനൊരു കാര്യം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആ ചോദ്യത്തിന് തിരിച്ചാണെന്ന് ചോദിച്ചോട്ടെ. അവർക്കവിടെ എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു? ഞാൻ പറയല്ലോ, ആളുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് വളരെ അടുപ്പമുള്ള MP എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഷോണേ എന്താ നടക്കുന്നതെന്ന് ഞങ്ങളോടൊന്ന് പറയടാ, ഞാനൊരു MP അല്ലേ. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. അത് നേരെ പോയി പത്രസമ്മേളനം നടത്തും. ഇതായിരുന്നു അവിടുത്തെ പരിപാടി. അല്ലാതെ അവിടെ വന്ന് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചതല്ലാതെ അവരാരെങ്കിലും വിചാരിച്ചാൽ അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് മറുപടിയില്ല. അവർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ഉപകാരം ചെയ്തു, 4 ദിവസം കൊണ്ട് കിട്ടേണ്ട ജാമ്യം 9 ദിവസമാക്കി. ആ ഉപകാരം ചെയ്തു. നല്ല ബന്ധത്തിൽ പോകും. ക്രൈസ്തവ സഭയെന്നല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരുമായും ഞങ്ങളെ മുസ്ലിം വിരോധികളായിട്ട് വെച്ചേക്കല്ലേ. ഞങ്ങൾ ഒരു മുസ്ലിം വിരോധികളുമല്ല. ഈ പാർട്ടിയിൽ ധാരാളം മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുമായി നല്ല ബന്ധത്തിൽ തന്നെ BJP പോകും. ഇനിയും കേക്കുമായി പോകും, ഒരു സംശയം വേണ്ട. ഇനിയും കേക്കുമായി ഞങ്ങൾ ക്രിസ്മസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കേക്കുമായിട്ട് പോകും. കേക്കുമായി ചെല്ലേണ്ടെന്ന് പറഞ്ഞ ക്ലിമിസ് പിതാവ് അല്ലേ പറഞ്ഞത്? ക്ലിമിസ് പിതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ സ്വീകരണത്തിൽ, അതായത് നമ്മുടെ കത്തോലിക്ക ബാവയ്ക്ക് നടത്തിയ സ്വീകരണത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് അത്താഴം കഴിച്ചത്. എന്താ കുഴപ്പം? അദ്ദേഹത്തെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഇനി ഞങ്ങൾ പറയട്ടില്ലേ, ക്രിസ്മസിന് കേക്കുമായിട്ട് പോവും, ഓണത്തിന് ഞങ്ങൾ ചിപ്സുമായിട്ട് പോവും. ഇതൊക്കെ കേരളത്തിൽ ഒരു മതേതര പാർട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് കോൺഗ്രസിൻ്റെ മുഖംമൂടി അറിഞ്ഞും എന്തിന് മുസ്ലിം ലീഗിന് പോലും ഇവിടെ യാതൊരു പ്രാതിനിധ്യമില്ലാത്ത UDFിനകത്ത് മുസ്ലിം ലീഗ് കറിവേപ്പിലയാണ്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുള്ള ഒരു മുന്നണിയിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് ഇതിനേക്കാൾ നല്ലത് ആ തങ്ങന്മാരെ ഇതിനേക്കാൾ മോശമായി തങ്ങന്മാരെ അപമാനിക്കാനുണ്ടോ? അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ LDFും UDFും തമ്മിൽ നടത്തുന്ന മത്സരം ഒന്നേ ഉള്ളൂ, ആരാണ് കൂടുതൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ്. ഞാൻ പറയട്ടെ, ഞങ്ങൾ റംസാന് ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾ ക്രിസ്മസിന് ഞങ്ങൾ ആഘോഷിക്കും. ഇതിനെല്ലാം ആ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾ പോയി കാണുകയും എന്തും ചെയ്യുകയും ചെയ്യും. ക്രിസ്മസിന് കേക്ക് മാത്രം മതി, ഓണത്തിന് ഓണസദ്യ ഒരുക്കും. അല്ല ഞാൻ പറഞ്ഞത്, ഉപ്പേരിയായിട്ട് പോകും, ഞങ്ങൾ ഓണസദ്യക്ക് ഞങ്ങൾ വിളിക്കും. ഇതിനെല്ലാം സംശയം? ഈ രാജ്യത്തുള്ള എല്ലാ ആഘോഷങ്ങൾക്കും ഞങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ഈ സംസ്ഥാനത്ത് മതേതര പാർട്ടി എന്നറിയപ്പെടാൻ ആകെ യോഗ്യതയുള്ളത് ഇന്ന് BJPക്ക് മാത്രമേ ഉള്ളൂ.